നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കാലാവസ്ഥാ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വന്ന മുന്നറിയിപ്പ് പ്രകാരം സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ്. ആർത്തലച്ച് പെയ്ത മഴയിൽ വാഹനം വെള്ളക്കെട്ടിൽ അകപ്പെട്ട് ജിസാനിൽ 2 കുട്ടികൾ മരിച്ചു. വാസിയിലായിരുന്നു ഈ സംഭവം. 4 പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാഹനം മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട് കാണാതാവുകയായിരുന്നു. കുട്ടികളുടെ കൂടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ചാണ് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുന്നത്. കാണാതായ കുട്ടികളിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു ആൺകുട്ടിയുടെയും ഒരു പെൺകുട്ടിയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ പിതാവ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ജിസാനിലെ സൊബ്യയിലുള്ള ഗ്രാമത്തിലെ വീട്ടിലേക്ക് കുടുംബം മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. നേരത്തെയും ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ 2 ദിവസമായി വലിയ മഴയാണ് ലഭിക്കുന്നത്. ജിസാനിലെ അൽ ഹഷർ മലനിരകളിൽ ശക്തമായ വെള്ളക്കെട്ടുകളാണ് ഉണ്ടായത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റിയാദിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മഴ റിയാദിൽ ആർത്തലച്ച് പെയ്തത്. ആലിപ്പഴ വർഷം ഏറെ നേരം നീണ്ടുനിന്നു. പിന്നെ നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളം ഉയർന്നു. റിയാദ് അസീസിയ ഭാഗത്ത് ഇതായിരുന്നു സ്ഥിതി. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലും മഴയെത്തുമെന്ന മുന്നറിയിപ്പുണ്ട്. നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മഴയ്ക്ക് പുറമെ പലയിടങ്ങളിലും കാറ്റും മിന്നലും ഉണ്ടായി. വ്യാഴാഴ്ച വരെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുള്ളത്. റിയാദ് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുമെന്ന നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. കനത്ത മഴയ്ക്കൊപ്പം ഇടിമിന്നൽ ഉണ്ടാകുമെന്നതിനാൽ കിഴക്കൻ മേഖലയിൽ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉപരിതലത്തിൽ കാറ്റ്, ആലിപ്പഴം, പേമാരി, ദൂരക്കാഴ്ചക്കുറവ് എന്നിവയുണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അൽ ഹാരിഖ്, അൽ ഖർജ്, അൽ റെയിൻ, മുസാഹിമിയ, ഹോട്ട ബാനി തമീം, അൽ അഫ്സാജ്, സുലൈൻ എന്നിവയുൾപ്പെടെ റിയാദ് മേഖലയിൽ സാമാന്യം ശക്തമായ മഴ പെയ്യുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും മറ്റും കാരണമാകുമെന്നതിനാൽ ഇവിടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ പ്രവാസികളും ശ്രദ്ധിക്കുമല്ലോ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.